എല്ലാവർക്കും 30 ഡേ ചലഞ്ചിലേക്ക് സ്വാഗതം. അപ്പം നമുക്ക് ഇന്ന് പഠിക്കാൻ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഫക്റ്റ് ഓഫ് ഇലക്ട്രിക് കറണ്ട് ആണ്. അപ്പോൾ ഈ എഫക്റ്റ് ഓഫ് ഇലക്ട്രിക് കറണ്ട് എന്നകത്തുനിന്ന് നല്ല രീതിയിൽ SSLCക്ക് ആണെന്നുണ്ടെങ്കിൽ ചോദ്യങ്ങൾ വരാറുണ്ട്. അപ്പോൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ജൂൾസ് ലോ. അപ്പോൾ ജൂൾസ് ലോ എന്ന് പറയുന്നത് നമുക്കറിയാം H=I²RT. അത് വെച്ചുള്ള പ്രോബ്ലംസ് വരാറുണ്ട്. അതുപോലെ തന്നെ റെസിസ്റ്റൻസ് വെച്ചുള്ള പ്രോബ്ലം വരാറുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ പവർ വെച്ചുള്ള പ്രോബ്ലംസ് വരാറുണ്ട്. ദെൻ ഹീറ്റിംഗ് എഫക്റ്റ് ആയിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങളൊക്കെ മോസ്റ്റ്ലി വരാറുണ്ട്. അപ്പോൾ ഇതെല്ലാം നമ്മൾ അറിഞ്ഞിരിക്കണം. കാരണം അത് അറിഞ്ഞു കഴിഞ്ഞാലാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, A+ എന്നുള്ള ലക്ഷ്യത്തിലേക്ക് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ 30 ഡേ ചലഞ്ചിനകത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് A+ എത്തിക്കുക എന്നുള്ളതാണ് മെയിൻ ലക്ഷ്യം. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇന്നത്തെ ക്ലാസ്സിലേക്ക് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ. ദെൻ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് പഠിക്കാനുള്ളതെന്ന് പറഞ്ഞാൽ ജൂൾസ് ലോ ആണ്. അപ്പം നിങ്ങൾക്ക് ജൂൾസ് ലോ എന്താണെന്ന് നമുക്ക് ആദ്യം തന്നെ നോക്കാം അല്ലേ. അപ്പം ജൂൾസ് ലോ എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ കേട്ടോ. ഓക്കെ, ജൂൾസ് ലോ എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. നിങ്ങളൊരു കണ്ടക്ടർ എടുക്കുക. അപ്പോൾ ഈ കണ്ടക്ടർ എന്ന് പറഞ്ഞാൽ അയണിൻ്റെയോ എന്തിൻ്റെങ്കിലും ആവട്ടെ. അപ്പോൾ ഈ കണ്ടക്ടർ എടുത്തു. ഈ കണ്ടക്ടറിനോട് എന്ത് പോകുന്നുണ്ട്, കറണ്ട് ഇങ്ങനെ പാസ് ചെയ്ത് പോവുക. ഓക്കെ, കറണ്ട് ഇങ്ങനെ പാസ് ചെയ്ത് പോവുക. ഇതാരാണ് കണ്ടക്ടർ? അത് അയണിനാവാം, ഏതെങ്കിലും ഒരു മെറ്റൽ ആവാട്ടോ. ഈ മെറ്റലിനോട് എന്ത് പോവുകയാണ്, കറണ്ട് ഇങ്ങനെ പാസ് ചെയ്ത് പോവുക. അപ്പോൾ ഈ കറണ്ട് പാസ് ചെയ്ത് കഴിയുമ്പം അത് നിങ്ങൾ കരുതിക്കോ, ഒരു 9:30 തൊട്ട് 10 മണി വരെയാണ് കറണ്ട് പാസ് ചെയ്തത്. അതിലൂടെ കറണ്ട് പാസ് ചെയ്തു. നിങ്ങൾ അങ്ങനെ ഓർത്താൽ വെച്ചാൽ മതി. ഇപ്പോൾ കറണ്ട് പിന്നെ പാസ് ചെയ്തു. അങ്ങനെ പാസ് ചെയ്ത് ഏത് ടൈമിനകത്താണ്? 9:30 തൊട്ട് 10 മണി വരെ. ഓക്കെ, അങ്ങനെ ഇത് പോയി കഴിഞ്ഞ സമയത്ത് എന്ത് പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്? ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്തു. ഇതിലൂടെ ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്തു. അപ്പം ഇങ്ങനെ കറണ്ട് പാസ് ചെയ്യുവാണ്. അതേപോലെ തന്നെ ഈ കറണ്ടിനെ തടയാൻ വേണ്ടി നമ്മളിങ്ങനെ പോകുന്ന വഴിക്ക് ചിലവർ തടയാനൊക്കെ നിൽക്കില്ലേ, ഇപ്പം എന്തെങ്കിലും കാരണം വെച്ചാൽ ബ്ലോക്ക് ആവാറില്ലേ വണ്ടിയൊക്കെ. അതേപോലെ തന്നെ കറണ്ട് ഇങ്ങനെ പോയ സമയത്ത് കറണ്ടിനെ ബ്ലോക്ക് ചെയ്യാൻ വേണ്ടി ചില ആളുകളുണ്ടായിരുന്നു. അവരെയാണ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. അപ്പം ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ അറിഞ്ഞിരിക്കുക. അപ്പം ഇവിടെ ഉണ്ടാവുന്നത് ഇതെല്ലാം സംഭവിക്കുന്ന സമയത്ത് ഈ കറണ്ട് ഇങ്ങനെ പോകുന്നു, റെസിസ്റ്റൻസ് തടയുന്നു. കറണ്ട് സഞ്ചരിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 9:30 തൊട്ട് 10 മണി വരെയാണെന്ന് കരുതിക്കും. അപ്പം ഈ ടൈമിനകത്ത് എന്ത് സംഭവിക്കുക, ഈ കണ്ടക്ടർ ഇച്ചിരി ഹീറ്റ് ആവാൻ തുടങ്ങും. ഇത് തടയുമ്പോഴൊക്കെയാണ് ഹീറ്റൊക്കെ ആവുന്നത്. അപ്പോൾ ആ ടൈപ്പ് രീതിയിൽ ഭയങ്കര ഹീറ്റ് ആവാന്ന് കരുതിക്കും. അങ്ങനെ ഉണ്ടാവുന്ന ഈ ഹീറ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഈ ഹീറ്റ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു I². അവിടെ അതിലൂടെ സഞ്ചരിച്ച കറണ്ടിന്റെ പ്രൊപ്പോർഷൻ ആയിരിക്കും. അതുപോലെ തന്നെ കറണ്ടിനെ തടയാൻ നിന്ന റെസിസ്റ്റൻസിനോട് പ്രൊപ്പോർഷൻ ആയിരിക്കും. അതുപോലെ തന്നെ കറണ്ട് കണ്ടക്ടറിലൂടെ കടന്നുപോയ ടൈമിന് എന്തായിരിക്കും? ഒരു ഈക്വൽ എന്ന് വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ പ്രൊപ്പോർഷണൽ എന്ന് വേണമെങ്കിൽ പറയാം. ഈ രീതിയിൽ വരും. ഓക്കെ, ഇതാണ് നമ്മൾ ആദ്യം തന്നെ പഠിക്കുന്നത്. ഇതാണ് എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ജൂൾസ് ലോ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കിയാലോ. ഓക്കെ, ദ ഹീറ്റ് ജനറേറ്റഡ് ഇൻ എ കറണ്ട് ക്യാരി കണ്ടക്ടർ is directly proportional to the product of the square of the current in the conductor, the resistance of the conductor and the time of flow of current. അതാണ് എന്തെന്ന് നമ്മൾ നേരത്തെ ഇവിടെ പറഞ്ഞ കാര്യം തന്നെ. എന്താണ്? H= അല്ലെങ്കിൽ H is proportional to I²RT. അപ്പോൾ ഇതാണ് ജൂൾസ് എന്ന് പറയുന്നത്, ജൂൾ എന്ന് പറയുന്നത്. ഓക്കെ, കിട്ടിയോ? ഇതിന്റെ യൂണിറ്റ് ആണ് ജൂൾ എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ കൊടുത്താണ് I എന്ന് പറയുന്നത് എന്താണ്? ആംപിയറിനകത്തുള്ള കറണ്ട്. ആംപിയർ എന്ന് പറഞ്ഞ കറണ്ടിന്റെ ഒരു യൂണിറ്റ് ആണ് കേട്ടോ. അതുപോലെ തന്നെ R എന്ന് പറഞ്ഞാൽ എന്താണ്? റെസിസ്റ്റൻസ് ആണ്. അത് ഓം എന്നുള്ള യൂണിറ്റ് ആണ്. നിങ്ങൾ ഓംസിലേക്ക് നേരത്തെ പഠിച്ചിട്ടുള്ളതാണ്. അതുപോലെ T എന്ന് പറഞ്ഞാൽ ടൈം ആണ്. ആ ടൈം എന്ന് പറയുന്നത് എന്തിനകത്തുള്ളതാണ്? സെക്കൻഡ്. ഇതെല്ലാം SI യൂണിറ്റിലാണ് വന്നേക്കുന്നത്. SI യൂണിറ്റിനകത്താണ് തന്നേക്കുന്നത്. ദെൻ ഇനി അടുത്ത നമുക്ക് പഠിക്കാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരുടെയാണ്? ഇലക്ട്രിക് പവർ. ഓക്കെ, ഇപ്പം ഇലക്ട്രിക് പവർ പറയുകയാണെന്നുണ്ടെങ്കിലും ഇതേപോലെ ട്രിക്ക് ഒക്കെ ഉണ്ട്. ഓക്കെ, ഇലക്ട്രിക് പവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ആലോചിച്ചോ, നിങ്ങൾക്ക് നല്ലൊരു നിറം എടുക്കട്ടെ, റെഡ് എടുക്കാം. അപ്പോൾ ഈ ഇലക്ട്രിക് പവർ എന്ന് പറഞ്ഞാൽ ഇത്രേ ഉള്ളൂ. എന്താണ്? ഇപ്പം നിങ്ങളാണെന്നുണ്ടെങ്കിൽ ഭക്ഷണം കഴിക്കാറില്ലേ? ഇപ്പം ഭക്ഷണം കഴിക്കുന്ന സമയത്ത് എന്താ സംഭവിക്കുന്നത്? നിങ്ങൾക്ക് എന്തിനാണ് ഭക്ഷണം കഴിച്ചിരിക്കുന്നത്? എനർജി കിട്ടാൻ വേണ്ടി അല്ലേ. അപ്പോൾ ഈ ഭക്ഷണം കഴിക്കുന്നത് ഇന്ന ടൈമിനകത്ത് ഭക്ഷണം കഴിക്കുന്നു, അല്ല നമുക്ക് ടൈം വെച്ചല്ലേ നമ്മൾ പറയുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഈ ഇലക്ട്രിക് ആയിട്ടുള്ള ഉപകരണങ്ങൾക്ക് എല്ലാത്തിനും എന്ത് വേണം? എനർജീസ് വേണം. അവർ വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ എനർജി വേണ്ടേ, കറണ്ട് വേണ്ടേ, അപ്പോൾ ഊർജ്ജം വേണ്ടേ. അപ്പം ഈ രീതിയിൽ എന്ത് വേണം? അവർക്കാണെന്നുണ്ടെങ്കിൽ എനർജി ആവശ്യമാണ്. അപ്പോൾ ഈ എനർജി കൺസ്യൂം ചെയ്യുകയാണ്. അത് യൂണിറ്റ് ടൈമിനകത്താണെന്നുണ്ടെങ്കിൽ അതിനെയാണ് ഇലക്ട്രിക് പവർ എന്ന് പറയുന്നത്. ദ എമൗണ്ട് ഓഫ് എനർജി കൺസ്യൂംഡ് ബൈ ആൻ ഇലക്ട്രിക് അപ്ലയൻസ് ഇൻ യൂണിറ്റ് ടൈം, അതിനാണ് ഇതെന്ന് പറയുന്നത് പവർ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ഭക്ഷണം കഴിക്കുന്ന പോലെ ആയിട്ടൊക്കെ നിങ്ങൾ ജസ്റ്റ് ഇമാജിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? ഇതും ഓക്കെ. അപ്പോൾ നമ്മൾ രണ്ട് കാര്യങ്ങൾ പറഞ്ഞു, ജൂൾസ് ലോ പറഞ്ഞു, അതുപോലെ എന്ത് പറഞ്ഞു? നമ്മൾ ഇലക്ട്രിക് പവറും പറഞ്ഞു. അപ്പോൾ ഇത് രണ്ടും നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അപ്പോൾ ഇതിനകത്ത് ജൂൾസ് ലോ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിനകത്ത് അതുപോലെ അതിൻ്റെ ഇക്വേഷൻസ് ആയിട്ടുള്ള ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. 1 മിനിറ്റ്. അതുപോലെ തന്നെ ഈ സംഭവം നമ്മൾ ഇതിനകത്ത് കൊടുത്തത്, ഇത് രണ്ടും ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അപ്പോൾ അത് എന്തായാലും പഠിച്ചിരിക്കണം കേട്ടോ. ദെൻ അതിനുശേഷം നമ്മൾ ഇനി പറയേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
ഈ ഈ ഇത് ഈ ടേബിൾ ഒന്ന് നമുക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, ഈ ടേബിൾ നമുക്ക് ആദ്യം ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഇത് എങ്ങനെയാണ് ചെയ്യേണ്ടത് നമുക്ക് ആദ്യം നോക്കാം. ആദ്യം തന്നെ നമ്മൾ നേരത്തെ പഠിച്ച ഇക്വേഷൻ ചെയ്ത് വയ്ക്കുക. എന്താണ് h = I² RT നമ്മൾ എഴുതി വെച്ചല്ലോ. I² RT എന്ന് പറഞ്ഞ് എഴുതി വെച്ചില്ലേ? ഇത് നമ്മൾ ആദ്യം തന്നെ ഇവിടെ എഴുതി വെച്ച് നമ്മൾ നേരത്തെ തന്നെ പഠിച്ചതാണ്. ഇവിടെ ജൂൾസ് ലോനകത്ത് ഇവിടുത്തെ കൊടുത്തേക്കുന്നുണ്ടോ? ഇവിടെ R ആണ് കൊടുത്തേക്കുന്നത്, ഇവിടെ 2I ആണ് കൊടുത്തേക്കുന്നത്, T ആണ് കൊടുത്തേക്കുന്നത്. ഇനി നമ്മളൊരു HX എന്ന് പറഞ്ഞു കൊടുക്കുക, കരുതിക്കോട്ടെ, HX എന്ന് പറഞ്ഞു കൊടുത്തു. ഈ HX എന്ന് പറഞ്ഞതിന് നമ്മൾ എന്ത് കൊടുത്തു? ഇവിടെ തന്നെ ഉള്ളത് എന്തൊക്കെയാന്ന് നോക്കാം. ഇപ്പം നമുക്ക് ഐയുടെ അടുത്ത് എന്നാ വന്നേക്കുന്നത്? ഐയുടെ അടുത്താണെന്നുണ്ടെങ്കിൽ 2I² എന്ന് വന്നു. ദെൻ ഇവിടെ നമുക്ക് I² എന്ന് അടുത്ത് ഇവിടെ I എന്ന് പറഞ്ഞാൽ ഇവിടെ 2I ആണ് എത്തുന്നത്. ദെൻ ആറും ടിയും അതേപോലെ തന്നെ. ഓക്കെ, നമുക്കിനി അറിയാവുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ തന്നെ പഠിച്ചിട്ടുണ്ട്. ഈ I² എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ I² എന്ന് പറഞ്ഞാൽ എന്താണ്? I² ആണെന്നറിയാം. ഈ 2I² എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? അത് 2² I² എന്ന് പറഞ്ഞാൽ അത് തന്നെയല്ലേ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ 2² എന്ന് പറഞ്ഞാൽ 4I² അല്ലേ? ഓക്കെ, അപ്പോൾ ഈ രീതിയിൽ നമുക്ക് എഴുതാം. എന്താണ് അവിടെ നമുക്ക് എഴുതാം? HX = എന്തെന്ന് H എന്ന് കൊടുത്താൽ മതി. HX അല്ല, HX എന്ന് കൊടുത്താലും കുഴപ്പമില്ല. HX = 4I² RT എന്ന് കിട്ടിയല്ലോ. ഇനി നമുക്ക് നോക്കാം. ഇവിടെ ഈ I² RT എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ കൊടുത്തത്? H എന്നല്ലേ കൊടുത്തത്? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവിടെ എന്ത് വരും? 4H എന്ന് വരും. ആ ടൈപ്പ് രീതിയിൽ നമുക്ക് എഴുതാം. സമയം കിട്ടിയോ? നല്ലപോലെ ഇത് മനസ്സിലായില്ലേ നിങ്ങൾക്ക്? ദെൻ ഇനി അതേപോലെ തന്നെ ഇവിടെ നോക്കിക്കേ. ഇനി ഇവിടുത്തെ കേസിനകത്ത് വരുമ്പോൾ എന്താണ്? HX എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? I തന്നെയാണ് ഇവിടെ വന്നേക്കുന്നത്. അപ്പോൾ I² എഴുതി. ദെൻ R എന്ന് പറഞ്ഞാൽ by 2 വന്നേക്കുന്നത്. ദെൻ ഇവിടെ T ഉണ്ട്. അങ്ങനെ വന്നു കഴിയുമ്പോൾ ഇതെല്ലാം കോമൺ ആയിട്ട് വരുന്നത് H ആയിരിക്കും. അതുപോലെ തന്നെ by 2 വരുന്ന രീതിയിലായിരിക്കും. അപ്പോൾ എന്ത് കിട്ടും നമുക്ക്? HX എന്ന് വേണമെങ്കിൽ പറയുന്നത്. അല്ലെങ്കിൽ ഇവിടെ വരുന്നത് എങ്ങനെയായിരിക്കും? ഹീറ്റ് ജനറേറ്റ് ചെയ്തേക്കുന്നതായിരിക്കും I² RT by 2. അതിനർത്ഥം എന്താണ്? ഇവിടെ H by 2 ആയിരിക്കും ഇവിടെ വരുന്നത്. സമയം കിട്ടിയില്ലേ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങളിത് ഇത് 3 ചെയ്ത് നോക്കുക. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മോസ്റ്റ്ലി ചോദിക്കാറുണ്ട്, ഇടയ്ക്ക് ഇങ്ങനെ ചോദിക്കാറുള്ളതാണ്. ദെൻ അടുത്ത് നമുക്കിനി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇക്വേഷൻസ് ഒക്കെ നോക്കാം. നമ്മൾ ആദ്യം പഠിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഈ ഇക്വേഷൻ ആണ് കേട്ടോ. അപ്പോൾ ഈ ഇക്വേഷൻ നമ്മൾ ആദ്യം പഠിക്കണം. ഈ ഇക്വേഷൻ ആദ്യം നമ്മൾ പഠിക്കണം. I = Q/T. അതിനുശേഷം നമ്മൾ പഠിക്കുന്ന വർക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? QV എന്നുള്ള ഇക്വേഷൻ പഠിക്കും. ദെൻ അത് പഠിച്ചു കഴിയുമ്പോൾ നമ്മൾ പോകേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ തന്നെ പഠിച്ചതാണ്. P = എന്താണ്? W/T എന്ന് പഠിച്ചിട്ടുണ്ട് അല്ലേ? P = W/T എന്ന് പഠിച്ചു അല്ലേ? അപ്പോൾ ഈ ഡബ്ല്യൂനകത്ത് നമ്മൾ നേരത്തെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. W = എന്താണ്? QV എന്ന് പറഞ്ഞു എഴുതി വെച്ചിട്ടുണ്ടല്ലോ. അത് നമ്മൾ ഇങ്ങോട്ടേക്ക് കൊടുത്തു. P = QV/T എന്ന് കൊടുത്തു. അപ്പം നമ്മൾ ഇനി എഴുതേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഇതെന്താണ്? Q/T എന്ന് പറഞ്ഞാൽ നമുക്ക് ഇവിടെ എഴുതാം കറണ്ട് ആണ് അല്ലേ? അപ്പോൾ P = VI എന്ന് എഴുതാം, അല്ലെങ്കിൽ IV എന്ന് എഴുതിയാലും കുഴപ്പമില്ല. ഈ P എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്കറിയാം പവർ ആണെന്ന് അറിയാം. ഓക്കെ, ഇതിൻ്റെ കൂടെ ഞാനൊരു T ഇൻറ്റു ചെയ്തു, ഇവിടെ ഒരു T അടിച്ചു. സംഭവം കിട്ടിയല്ലോ. ഓക്കെ, ഇത് പവർ ആണേ. ഓക്കെ, ദെൻ ഇവിടെ ഇതെന്നാ സംഭവം? നമുക്ക് കാണുന്നുണ്ട് പവർ എന്ന് പറഞ്ഞാൽ പവർ എന്താണ്? വർക്ക് ബൈ ടൈം ഇൻറ്റു T. ഇതിൻ്റെ കൂടെ ഒരു Tയും കൂടി ഇൻറ്റു ചെയ്യുക. അപ്പോൾ രണ്ടും കൂടി ക്യാൻസൽ ചെയ്ത് വർക്ക് ആവുക. ഇത് ഈ PT എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഒരു വർക്കാണ്. അതെന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? എനർജി ആയിരിക്കും. അതെന്താണ്? ഹീറ്റ് ആണ്. ഓക്കെ, അപ്പോൾ ഹീറ്റിൻ്റെ ഇക്വേഷൻ ആണ് VIT എന്ന് പറഞ്ഞത് കേട്ടോ. ഇനി നമ്മൾ ഇതിനകത്ത് തന്നെ നമുക്കറിയാം, നേരത്തെ തന്നെ പഠിച്ചിട്ടുണ്ട്. എന്തെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട്. V = IR. അപ്പോൾ നേരത്തെ നമ്മൾ ഇക്വേഷൻ കിട്ടി. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഇക്വേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഇക്വേഷനും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഇത് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. ഇത് എവിടെ പഠിച്ചത്? ഓംസ് ലോനകത്ത് പഠിച്ചതാണ്. ഓംസ് ലോ ആണ് കേട്ടോ. ഓംസ് ലോ ആണ്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നമ്മൾ നോക്കിയേ, ഇനി നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ എഴുതുക V = IR എന്ന് എഴുതി. നമ്മളത് നേരത്തെ എങ്ങനെ പഠിച്ചിട്ടുണ്ടായിരുന്നു? ഓർമ്മയുണ്ടോ പഠിച്ചതൊക്കെ? ഓക്കെ, എങ്ങനെ പഠിച്ചത്? മുകളിൽ V എഴുതി, അതിനുശേഷം IR എന്നുള്ള രീതിയിലാണ് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ടായത് അല്ലേ? ഇതൊരു ഈസി ട്രിക്കാണ് ഓംസ് ലോന്റെ കേട്ടോ. ഇപ്പോൾ V ആണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ IR വരും, I ആണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ V/R വരും. ഈ രീതിയിൽ നിങ്ങൾക്ക് അത് പഠിക്കാം. ദെൻ ഇവിടെ നമ്മളിത് എടുത്തല്ലോ. ദെൻ ഇനി ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഇന്നത്തുള്ള Vക്ക് നമ്മൾ IR എന്ന് കൊടുക്കുക. അപ്പോൾ H = എന്ത് വരും? IR × IT എന്ന് വരും. ഇവിടെ 2 I ഉണ്ടല്ലോ. അപ്പോൾ H = I² RT എന്ന് പറഞ്ഞു. ഇതാണ് നമ്മൾ നേരത്തെ ജൂൾസ് ലോനകത്ത് പഠിച്ച ഇക്വേഷൻ. ഇനി ഈ ഇക്വേഷൻ തന്നെ നമുക്ക് എന്ത് ചെയ്യാം? വേറെ രീതിയിൽ എഴുതാം. അത് ഈ ഇക്വേഷനെ തന്നെ നമുക്ക് പവറിലേക്ക് മാറ്റുക. അപ്പോൾ നമ്മൾ നോക്കി പവർ ആക്കണം. ഈ Hനെ നമുക്ക് പവർ ആക്കണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? അപ്പോൾ നമുക്ക് H/T കൊടുത്താൽ പോരെ? H/T എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പവർ ആയിരിക്കും. അതെന്ന് പറഞ്ഞാൽ I² RT/T. T ക്യാൻസൽ ആയി വേണ്ട പവർ = എന്തെന്ന് പഠിച്ചു? നമ്മൾ നേരത്തെ പഠിച്ചതാണ്. ഈ പവറിന്
ഇക്വേഷൻ എന്തായിരുന്നു കിട്ടി? നമുക്ക് I² R എന്ന് കിട്ടി. അപ്പോൾ ഈ ഇക്വേഷനെ നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പോൾ ഇത്രയും ഇക്വേഷൻസ് നിങ്ങൾ പഠിക്കണം കേട്ടോ. അതാണ് ഞാൻ ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ നേരത്തെ ഓംസ് ലോ വെച്ചാണ് ഇതെല്ലാം പഠിച്ചിട്ടുണ്ടായിരുന്നത്. ആൻഡ് ടൈം ടി, ദെൻ പവർ എന്താണ് വർക്ക് ബൈ ടൈം H/T ആണ്. അതെല്ലാം കൊടുത്തിട്ടുണ്ടല്ലോ. H=I² RT. ഇതിനകത്ത് തന്നെ നമ്മൾ ഓംസ് ലോ അപ്ലൈ ചെയ്യുന്നതാണ് കേട്ടോ. ദെൻ ഇത്തരം കാര്യങ്ങളെല്ലാം പഠിച്ചു കഴിഞ്ഞല്ലോ നമ്മൾ. ഓക്കെ, ഇനി നമുക്കിനി പഠിക്കാനുള്ളതാണ് ആംപിയർ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമ്മൾ പഠിക്കാനുള്ള കാര്യം എന്താണ്? ആംപിയർ ആണ് അല്ലേ. ആംപിയർ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നമുക്ക് അറിയണം. ആദ്യം ഇങ്ങോട്ട് നമുക്ക് എന്തിലേക്ക് പോവാം? ആംപറേജിലേക്ക് പോവാം കേട്ടോ. അപ്പം ജസ്റ്റ് ഒന്ന് പേനയുടെ നിറം ഒന്ന് മാറ്റിട്ട് നമുക്കൊരു എടുത്തേക്കാം. ഓക്കെ, ആദ്യമേ ആംപിയർ എന്താണെന്ന് നോക്കാം. ഈ ആംപിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രേ ഉള്ളൂ കേട്ടോ. ഇവിടെ നമുക്ക് നോക്കാം. ആംപിയർ എന്ന് പറഞ്ഞാൽ ബ്ലാക്കിന് എടുത്തേക്കാം. ഓക്കെ, ആംപിയർ എന്ന് പറഞ്ഞാൽ ഇത്രേ ഉള്ളൂ. നമുക്ക് എന്ത് കൊടുക്കാം? I = എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഈ = നമുക്ക് എന്താണെന്ന് പഠിച്ചിട്ടുള്ള VI എന്ന് പഠിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ IV എന്ന് പഠിച്ചിട്ടുണ്ട് അല്ലേ. ഇതിനകത്ത് ഇത്രയും കൊടുത്തല്ലോ. ഓക്കെ, ഇതിനകത്ത് ഈ ഐൻ്റെ യൂണിറ്റ് ആണ് എന്തെന്ന് പറയുന്നത്? ആംപിയർ എന്ന് പറഞ്ഞത്. ഇത് നമ്മൾ ആദ്യം ഓർത്ത് വയ്ക്കേണ്ടത്. ഇതാണ് ആംപിയർ കേട്ടോ. ഇനി നമുക്ക് ആംപറേജ് എന്താണെന്ന് നോക്കാം. ഓക്കെ, ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും ഇന്നത്തെ ഈ ഒരു കറണ്ടിന്റെ സ്ട്രെങ്തിനെ പറയുന്നത്, ഈ കറണ്ട് എന്ന് പറയുന്ന സംഭവം ഉണ്ടല്ലോ, നമ്മൾ കറണ്ട് ഐൻ്റെ സ്ട്രെങ്ത് ആംപിയർ ഇല്ലേ, ആംപിയർ എന്ന് പറഞ്ഞാൽ ഏതാണ്? ഇതിന്റെ യൂണിറ്റ്. ഈ ആംപിയറിൽ പറയുന്നതാണ് ആംപറേജ് എന്ന് പറയുന്നത്. അപ്പം അല്ലെങ്കിൽ ആംപിയറേജ് എന്ന് പറയുന്നത്. അപ്പം നമുക്ക് ഏത് രീതിയിൽ വേണമെന്ന് വിളിക്കാം. ഓക്കെ, സോ എടുത്തു. ദെൻ ഇത് നോക്കിയെന്നുണ്ടോ? ഇത് ഒരു റേഷ്യോ ആണ് എന്തിന് തമ്മിലുള്ളത്. ഇവിടെ നമുക്ക് I എഴുതുവാണെന്നുണ്ടെങ്കിൽ കണ്ടോ, ഇവിടെ I നമ്മൾ എഴുതുവാന്ന് എഴുതിക്കും. ഇവിടുത്തെ I മാത്രം അവിടെ വെച്ച് കഴിഞ്ഞാൽ P/V എന്ന് വിട്ടില്ലേ. ഇത് P എന്ന് പറഞ്ഞാൽ പവറാണ്. P പവറും അതുപോലെ തന്നെ അടിയിൽ എന്താണ്? വോൾട്ടേജും ഉണ്ട്. അപ്പോൾ ഇത് തമ്മിലുള്ള എന്താണ്? റേഷ്യോനെയാണ് ശരിക്കും എന്തെന്ന് പറയുന്നത്? ആംപറേജ് എന്നാണ് വിളിക്കുന്നത് കേട്ടോ. ആംപറേജ് ഈസ് ദ റേഷ്യോ ഓഫ് ദ പവർ ഓഫ് ആൻ ഇക്വിപ്മെന്റ് ടു ദ വോൾട്ടേജ് അപ്ലൈ. ഈ ആംപിയറേജ് അല്ലെങ്കിൽ ആംപറേജ് ഇൻക്രീസ് ചെയ്യുന്നതനുസരിച്ച് എന്ത് ചെയ്യും? അത് ഇൻക്രീസ് ചെയ്യുന്ന എങ്ങനെയായിരിക്കും? തിക്നെസ് ഓഫ് ദ കണ്ടക്ടറിനനുസരിച്ച് അത് ഇൻക്രീസ് ചെയ്യും. ഇപ്പം അതിനർത്ഥം എന്താണ്? നമ്മളുടെ കറണ്ട് ഇൻക്രീസ് ചെയ്യുന്ന തന്നെയാണ് അല്ലേ. അപ്പം അവിടെ ഓർത്ത് വെക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഇത് വലിയ ഇമ്പോർട്ടൻസ് ഇല്ല, എന്നാൽ പോലും അറിഞ്ഞിരിക്കുന്നതല്ല. അപ്പം ഓക്കെ, മോസ്റ്റ്ലി നിങ്ങൾ നോക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടെ വരുമ്പം ഈ ഭാഗത്ത് ഇത്രയും ഭാഗം നമ്മൾ നോക്കിയല്ലോ. ഫസ്റ്റത്തെ ഏരിയ എന്ന് പറഞ്ഞൊരു ഫസ്റ്റത്തെ പാർട്ട് എന്ന് പറയുന്നത് ഇത്രയും ഏരിയ ആണ് വരുന്നത്. അപ്പോൾ ഇന്നത്തെ നമ്മൾ മോസ്റ്റ്ലി നോക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നമ്മുടെ ജൂൾസ് ലോയും അതുപോലെ തന്നെ ഇലക്ട്രിക് പവറുമാണ്. ഓക്കെ, ഇത്തരം കാര്യങ്ങൾ നമ്മൾ പഠിച്ചു. ദെൻ ഇനി അടുത്ത സെക്കൻഡ് സെക്ഷനിലേക്കാണ് പോകുന്നത്. ഈ സെക്കൻഡ് സെക്ഷനകത്ത് വരുന്നതാണ് നമ്മളുടെ സീരീസ് കണക്ഷനും പാരലൽ കണക്ഷനും വരുന്നത്. ഇത് റെസിസ്റ്റൻസിനെ കണക്ട് ചെയ്യുന്നതാണ്. അപ്പോൾ റെസിസ്റ്റൻസ് അല്ലെങ്കിൽ റെസിസ്റ്ററിനെ കണക്ട് ചെയ്യുന്ന ഡിഫറെൻറ്റ് രീതിയിൽ. അപ്പം നമുക്ക് ഇന്നത്തെ റെസിസ്റ്ററിൻ്റെ ഇക്വേഷൻസ് ഒക്കെ പഠിക്കാനുണ്ട് അല്ലേ. അപ്പോൾ റെസിസ്റ്റൻസിൻ്റെ ഇക്വേഷനൊക്കെ നമുക്ക് ഇന്നത്തെ പഠിക്കാനുള്ള. ഓക്കെ, ഇപ്പോൾ എഫക്റ്റീവ് റെസിസ്റ്റൻസ് എങ്ങനെ കാണണം എന്നൊക്കെ നമുക്ക് ഇന്നത്തെ പഠിക്കാം. ഓക്കെ, ആദ്യം നമ്മുടെ റെസിസ്റ്റൻസിനെ ഏത് രീതിയിൽ കണക്ട് ചെയ്യാമെന്ന് നമ്മൾ ആദ്യം തന്നെ പഠിക്കണം. ഒരു രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? സീരീസ് കണക്ഷനും മറ്റൊരു രീതി എന്ന് പറഞ്ഞാൽ എന്താണ്? പാരലൽ കണക്ഷനുമാണ്. ഓക്കെ, ഒരു രീതി എന്ന് പറഞ്ഞാൽ പാരലൽ കണക്ഷൻ, മറ്റൊരു രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? സീരീസ് കണക്ഷൻ ആണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ഓർത്തല്ലോ. ഞാൻ ഇതിനകത്ത് ജസ്റ്റ് നിങ്ങൾക്ക് ഇനി പഠിക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചില ട്രിക്കൊക്കെ പറഞ്ഞു തരാമെന്ന് എഴുതിയിരിക്കണം. ദെൻ അപ്പോൾ നമുക്ക് എന്താണ്? ഫസ്റ്റ് തന്നെ വായിച്ചു നോക്കിയും വെൻ റെസിസ്റ്റർ ഈസ് കണക്റ്റഡ്, എങ്ങനെയാണ്? സീരീസ് ആയിട്ടാണ് കണക്ട് ചെയ്യുന്നതെന്നുണ്ടെന്നുണ്ടെങ്കിൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? നമുക്കറിയാം പൊട്ടൻഷ്യൽ ഡിഫറൻസ് V എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? V1 + V2 ആയിരിക്കും. ഇവിടെ ഉണ്ടാകുന്ന ഇവിടെ ഇങ്ങോട്ടേക്ക് ഇതിലൂടെ V ആണ് പാസ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ ഇവിടെ V1 ആയിരിക്കും, ഇവിടെ V2 ആയിരിക്കും. മനസ്സിലായല്ലോ. അതുപോലെ തന്നെ ഈ കറണ്ട് എപ്പോഴും ഇതിനകത്ത് എല്ലാം സെയിം ആയിരിക്കും. ഇതിനകത്ത് പോകുന്ന കറണ്ട് എല്ലാം സെയിം ആയിരിക്കും. അത് ഓർത്ത് വയ്ക്കുക. ഇത്തരം കാര്യം കിട്ടിയില്ലോ. ഓക്കെ, ഇത്തരം കാര്യം നിങ്ങൾക്ക് കിട്ടിയില്ലോ. ഇനി അടുത്ത് നോക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? ദ കറണ്ട് ത്രൂ ഈച്ച് റെസിസ്റ്റർ വിൽ ബി സെയിം. അത് നമ്മളിവിടെ പറഞ്ഞതാണ്. ദെൻ അങ്ങനെ വരുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താ? V1 എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ V1 എന്ന് പറഞ്ഞാൽ എന്താണ്? IR1 എഴുതാം. അതുപോലെ എന്ത് എഴുതാം? അതുപോലെ തന്നെ നമുക്ക് എഴുതാൻ പറ്റുന്ന കാര്യമാണ് V2 എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? IR2 എന്ന് എഴുതാം. ഇതാണ് ഇവിടെ കൊടുത്തേക്കുന്ന കാര്യം. ഓക്കെ, ഇത് കിട്ടിയല്ലോ. ദെൻ ഇതിന് ശേഷം നമ്മൾ എന്ത് ചെയ്താൽ നമുക്ക് ഈ സംഭവം തന്നെ നമ്മൾ ഇവിടെ കൊടുത്തേക്കുന്ന കാര്യം തന്നെ ഇവിടെ കൊടുത്തേക്കുന്ന ഇതിനെ നമുക്ക് IR എന്ന് എഴുതാം. IR എന്ന് എഴുതാം. അതെങ്ങനെയാണ് നമ്മൾ എഴുതിയിട്ടുണ്ടായിരുന്നത്? V = IR എന്ന് നമ്മൾ ഓംസ് ലോയിനകത്ത് പഠിച്ചിട്ടുണ്ട് അല്ലേ. ആ രീതി വെച്ച് നമ്മൾ ഇവിടെ എഴുതി. ദെൻ ഇനി നോക്കിക്കേ, ഇന്നത്തെ നമുക്ക് കോമൺ ആയിട്ടുള്ളത് നിങ്ങൾ എടുക്കാൻ പറ്റുന്ന ഏതാണ്? ഓക്കെ, നമുക്ക് അത് ഇങ്ങോട്ട് എഴുതി വെക്കാം. ഞാൻ കാണിച്ചു തരാം അത് എഴുതുന്നത്. ദെൻ നമുക്ക് എഴുതാം V = എന്തെന്ന് എഴുതാം? V = എന്തെന്ന് എഴുതാം?
ഇവിടെ IR1 പ്ലസ് IR2 എന്ന് കൊടുത്തു. IR2 എന്ന് കൊടുത്തു. ഈ വി എന്ന് പറഞ്ഞാൽ എന്താ, നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട് എന്താണ്, വി ഈക്വൽ ടു IR നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ളത്. വി ഈക്വൽ ടു IR എന്ന് പഠിച്ചു അല്ലേ. അപ്പോൾ ഇനി IR ഈക്വൽ ടു എന്തെന്ന് കൊടുക്കാം, ഇവിടെ ഇത് രണ്ടും ഇങ്ങനെ കൊടുക്കാം, IR1 പ്ലസ് IR2 എന്ന് എഴുതാം. ഇതിനകത്ത് കോമൺ എഴുതാം, ഇതെല്ലാം കോമൺ അല്ലേ. അപ്പോൾ ഇത് രണ്ടും ഇങ്ങനെ എഴുതി വയ്ക്കുന്നു, ഇങ്ങോട്ട് കോമൺ ആക്കി എടുത്തു, ദെൻ R2 എന്ന് കൊടുത്തു. ദെൻ ഇത് രണ്ടും നമുക്ക് ക്യാൻസൽ ചെയ്ത് കളയാം. അപ്പോൾ R എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, R1 പ്ലസ് R2 ആയിരിക്കും. സമയം കിട്ടിയോ? അതാണ് ഇവിടെ പറഞ്ഞേക്കുന്ന കാര്യം കേട്ടോ. അത് കിട്ടിയല്ലോ. ഓക്കെ, ഇനി ഞാൻ നിങ്ങൾക്കൊരു ഈസി ട്രിക്ക് പറഞ്ഞുതരാം. അത് പാരലും കൂടി കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞുതരാമെന്ന് എഴുതിയിരിക്കുന്നത്. അപ്പം ഇനി എന്താണ് പാരലൽ നോക്കാം. അപ്പോൾ പാരലൽ കണക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാരലായിട്ട് കണക്ട് ചെയ്യുന്നു, അത്രേ ഉള്ളൂ. ദെൻ ഓക്കെ, ഇവിടെ വരുമ്പോൾ നമ്മൾ ഓർത്ത് വയ്ക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഓക്കെ ഇവിടെ വരുമ്പോൾ നമ്മൾ ആദ്യം ഓർത്ത് വയ്ക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ എന്താണ്, ഇവിടുത്തെ ടോട്ടൽ കറണ്ട് ഇൻ ദ സർക്യൂട്ട് എന്തായിരിക്കും, സം ഓഫ് ദ കറണ്ട് ആയിരിക്കും അല്ലേ. അപ്പോൾ ഇതിലൂടെ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കറണ്ട് ഇങ്ങനെ പാസ് ചെയ്യുകയാണെങ്കിൽ ഇവിടെ I1 ഇവിടെ I2 ആ രീതിയിൽ ഇങ്ങനെ പാസ് ചെയ്തായിരിക്കും പോകുന്നത്. അപ്പോൾ ഇതിന്റെ ടോട്ടൽ കറണ്ട് നമ്മൾ ഇത് രണ്ടും കൂടി ഈ I1 പ്ലസ് I2 എന്ന് പറഞ്ഞായിരിക്കും എന്തെന്ന് പറയുന്നത്, I എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ I എന്തായിരുന്നു, സെയിം ആയിരുന്നു, അത് ഓർത്ത് വെച്ചോളണേ. ഓക്കെ, ഇവിടെ I എന്താണ്, സെയിം അല്ല, I സെയിം അല്ല, ഡിഫറെൻ്റ് ആണ്, അത് ഓർത്ത് വയ്ക്കണം. അപ്പോൾ ഇത്രയും കാര്യം കിട്ടിയല്ലോ. ദെൻ അതിനുശേഷം നമ്മൾ ഓർത്ത് വയ്ക്കേണ്ട കാര്യം, ഇത് നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ്. R എന്തായിരിക്കും നമുക്കിനി കണ്ടെത്താൻ പോകുന്നത്. ഇവിടുത്തെ V എന്തായിരിക്കും, കോൺസ്റ്റന്റ് ആയിരിക്കും. ഇവിടുത്തെ V എന്തായിരിക്കും, കോൺസ്റ്റന്റ് ആയിരിക്കും. ഓക്കെ, സ്റ്റാറ്റിക് ആയിരിക്കും എന്നൊക്കെ വേണമെന്നുണ്ടെങ്കിൽ പറയാം, സെയിം ആയിരിക്കും. ആ രീതിയിൽ നമുക്ക് വേണമെങ്കിൽ പറയാം. ദെൻ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, V/R എന്ന് എഴുതാം. ഓക്കെ, നമുക്ക് എന്ത് ചെയ്താം, V/R എന്ന് എഴുതാം. നമുക്ക് ഇവിടെ നേരത്തെ ഇതുപോലെ തന്നെ V/R എന്ന് പറഞ്ഞ് എഴുതാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും, V/R1 പ്ലസ് V/R2 എന്ന് പറഞ്ഞ് എഴുതാം. ഓക്കെ, ഇതിനകത്ത് നിന്ന് ഇനി നമുക്ക് കോമൺ എടുക്കാൻ പറ്റുന്ന കാര്യം V ആണ്. അപ്പോൾ V എടുക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇവിടുത്തെ V എടുക്കുകയാണെന്നുണ്ടെങ്കിൽ R ഏത് രീതിയിൽ എഴുതാം. അതുപോലെ തന്നെ ഇവിടുത്തെ V എടുക്കുകയാണെന്നുണ്ടെങ്കിൽ R1 എടുക്കാം. അതുപോലെ എന്താ എഴുതാം, ഇവിടുത്തെ V എടുക്കാം. അതുപോലെ തന്നെ R എന്നുള്ള 1/R എന്ന് എഴുതാം, 1/R2 എന്ന് എഴുതാം. ആ ടൈപ്പ് രീതിയിൽ നമുക്ക് ഇതെല്ലാം എഴുതി വയ്ക്കാൻ പറ്റും അല്ലേ. അതിനകത്ത് ഇതെല്ലാം നമുക്ക് എന്ത് ചെയ്യാം, കളയാം. അങ്ങനെ കളഞ്ഞ് എഴുതുമ്പോൾ എന്ത് കിട്ടും, 1/R ഈക്വൽ ടു 1/R1 പ്ലസ് 1/R2 എന്ന് കിട്ടുന്നുണ്ടല്ലോ. അപ്പോൾ ഇതാണ് നമ്മളിവിടെ ചെയ്യുന്ന കാര്യം. ഓക്കെ, അതാണ് നമുക്ക് ഇവിടെ കിട്ടിയ ഇക്വേഷൻ. ഓക്കെ, ഇനി ഈ ഇക്വേഷനകത്ത് ഇതെങ്ങനെ കിട്ടിയെന്നായിരിക്കും നിങ്ങളുടെ ഡൗട്ട് അല്ലേ. പിന്നെ നമ്മൾ ചെയ്യാൻ പോകുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ മോസ്റ്റ്ലി ഈ ഇക്വേഷൻ പഠിച്ച് വെച്ചാൽ മതി, ഇവിടെ വരെ എഴുതി വെച്ചാൽ മതി. ഇത് നമ്മളെവിടെ പ്രോബ്ലംസ് ഒക്കെ വരുമ്പോൾ അല്ലെങ്കിൽ നമുക്ക് ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസ് ഒക്കെ വരുമ്പോഴാണ് അതേ തന്നെ. ഇതാണല്ലോ. ഇനി നമ്മൾ ഇതിന് ഇങ്ങോട്ടും ഇൻഡ് ചെയ്യണം, ഇതിന് ഇങ്ങോട്ടും ചെയ്യണം. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കിക്കേ, 1/R ഈക്വൽ ടു എന്തെന്ന് എഴുതാം, നമുക്ക് R2 പ്ലസ് എന്തെന്ന് കൊടുക്കാം, ഇവിടെ R2 ആണല്ലോ, R2 പ്ലസ് R1 എന്ന് വരും. ബൈ എന്ത് അടിയിൽ എന്ത് വരും, ഇത് രണ്ടും കൂടി ഇൻറ്റു വരും, R1 ഇൻറ്റു R2 എന്ന് വരും. ഇനി ഇതിനെ നമ്മൾ 1/R എന്നുള്ള രീതിയിലല്ലേ. അപ്പോൾ നമുക്ക് ഇതിനെ തിരിച്ച് വീണ്ടും എഴുതുന്ന അല്ലെങ്കിൽ റെസിപ്രോക്കൽ എടുത്ത് കഴിയുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, R ഈക്വൽ ടു എന്ന് കിട്ടും. നമുക്ക് ഈ മോളിൽ കിടക്കുന്ന സാധനം മുകളിൽ ആദ്യം വരും. അപ്പോൾ R1 ഇൻറ്റു R2 എന്ന് വരും. അതിനുശേഷം എന്ത് ചെയ്താൽ R2 പ്ലസ് R1 എഴുതാം. ഓക്കെ, ഇതാണ് നമുക്ക് ഇവിടെ കൊടുത്തേക്കുന്ന ഇക്വേഷൻ. ഇത് പിന്നെ ഇപ്പം ഇങ്ങോട്ട് മാറി നിർത്തും വലിയ കുഴപ്പമില്ല കേട്ടോ. അതാണ് ഇവിടെ R2 ആണ് ആദ്യം രീതിയിൽ. ചിലപ്പോൾ ചിലർ അങ്ങനെ ചോദിച്ചേക്കാം. ഓക്കെ, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. ഓക്കെ, ഇനി ഞാൻ നിങ്ങൾക്ക് ചില ട്രിക്ക് പറഞ്ഞുതരാം. നിങ്ങൾക്ക് അത് എത്ര പേർക്ക് കത്തുന്നതെന്ന് എനിക്കറിയില്ല. മോസ്റ്റ്ലി ഞാൻ പറഞ്ഞു കൊടുത്താൽ മിക്ക ആൾക്ക് അത് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പം ഓക്കെ, നിങ്ങൾക്കത് കേട്ട് നോക്കുക. ഇവിടുത്തെ നിങ്ങൾക്ക് ഇക്വേഷൻ വെച്ച് പഠിക്കാൻ പലർക്കും അറിയില്ല. അത് ചില സമയത്ത് ഓർത്ത് വയ്ക്കാൻ ബുദ്ധിമുട്ടാന്ന് പറയുന്നവരുണ്ട്. അപ്പോൾ സീരിയസ് കണക്ഷനകത്ത് സീരിയസ് ആയിട്ടല്ലേ പോകുന്നത്. നോക്കിയേ, സീരിയസ് കണക്ഷൻ എന്ന് പറഞ്ഞാൽ സീരിയസ് ആയിട്ടാണ് പോകുന്നത് അല്ലേ. അങ്ങനെ കാണുമ്പോൾ R എങ്ങനെയായിരിക്കും, സീരിയസ് ആയിട്ടാണ് പോകുന്നത്. നോക്കിക്കേ, നേരെ ആയിരിക്കും പോകുന്നത്. R എന്ന് പറഞ്ഞാൽ ഇങ്ങനെ പ്ലസ് ചെയ്ത് പോകുമായിരിക്കും. കിട്ടിയല്ലോ. അടുത്ത കാര്യം നോക്കിക്കേ, നമ്മുടെ പാരലൽ. ഇനി പാരലനകത്ത് എടുത്തു കഴിഞ്ഞാൽ പാരലൽ എങ്ങനെയായിരിക്കും പോകുന്നത്, ഈ രീതിയിലല്ലേ പോകുന്നത്. ഇപ്പം ഒരു കണക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ രീതിയിലായിരിക്കില്ലേ പോകുന്നത്. അപ്പം ഈ ടൈപ്പ് രീതിയിലേക്ക് അവർ പോവുകയല്ലേ ചെയ്യുന്നത് പാരലൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, ഈ ടൈപ്പ് രീതിയിലാണല്ലോ അവർ പോകുന്നത്. അങ്ങനെ അതിനർത്ഥം എന്താണ്, ഇക്വേഷൻ എങ്ങനെയായിരിക്കും, R എന്ന് പറഞ്ഞാൽ മുകളിൽ ഒരു R ഉണ്ടായിരിക്കും, അടിയിൽ ഒരു R ഉണ്ടായിരിക്കും എന്നുള്ള രീതിയിൽ നിങ്ങൾ ഓർത്തേക്കുക. അപ്പോൾ എന്താണ്, ഇക്വേഷൻസ് നിങ്ങൾക്ക് കിട്ടുമല്ലോ. ഓക്കെ, അപ്പം നിങ്ങൾക്ക് ഈ ഇക്വേഷൻസ് ഒക്കെ നിങ്ങൾ ആദ്യം തന്നെ അറിഞ്ഞിരിക്കുക. ഇനി ഇക്വേഷൻസ് എവിടെയാണ് യൂസ് ചെയ്യുന്നത്, ഇതാണ് മോസ്റ്റ്ലി ആളുകൾക്ക് തെറ്റിപ്പോകുന്നത്. ചിലരാണ് എന്തുകൊണ്ട് സീരിയസിനകത്ത് എഴുതി വയ്ക്കും. അപ്പം അത് പറഞ്ഞുതരാൻ വേണ്ടിയുള്ള ട്രിക്കാണ് ഞാനിപ്പോൾ പറഞ്ഞത്. ഇനി ജസ്റ്റ് ഇനി ഇതേ ഇക്വേഷൻ തന്നെ നമുക്ക് ഇനി വേറെ രീതിയിൽ ചെയ്യാം. അതെങ്ങനെയാണ്, മോസ്റ്റ്ലി R എല്ലാം സെയിം വരുവാണെന്നുണ്ടെങ്കിൽ
അപ്പം ആറെല്ലാം സെയിം ആണ് ഇവിടെ വരുന്നതെങ്കിൽ. ഇവിടെ നോക്കിയേ, ഓക്കെ, ആറെല്ലാം സെയിം ആണ്. അപ്പം 6 സെയിം ആയിട്ട് വരുവാണ്. അതൊരു n എണ്ണം ഉണ്ടെന്നുണ്ടെങ്കിൽ n ടൈംസ് അത് വരുവാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്താൽ നമുക്ക് ഇവിടുത്തെ ഇക്വേഷൻ എന്തായിരിക്കും? ക്യാപിറ്റൽ ആർ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? n ഇൻറ്റു സ്മോൾ ആർ ആയിരിക്കും. സ്മോൾ ആർ ആണ് ഇത്രയും ടൈംസ് വരുന്നതെന്നുണ്ടെങ്കിൽ n ഇൻറ്റു ആർ എന്ന് വരും. n ഇൻറ്റു സ്മോൾ ആർ. അപ്പോൾ ക്യാപിറ്റൽ ആർ ഈക്വൽ ടു n ഇൻറ്റു സ്മോൾ ആർ ടോട്ടൽ ആയിട്ട്. ഇത് നെറ്റ് ആണ് കേട്ടോ, നെറ്റ് എന്ന് വേണം ചെയ്താൽ. അപ്പോൾ ടോട്ടൽ നടത്താൻ വരുന്ന രീതിയിൽ ദെൻ ഇത്രയും കിട്ടിയല്ലോ. ഇനി ഇവിടെ വരുമ്പോൾ അതെന്തായിരിക്കും? പാരലൽ ആയതുകൊണ്ട് എന്തായിരിക്കും? r ബൈ n ആയിരിക്കും ഇവിടുത്തെ r വരുമ്പോൾ കേട്ടോ. നമ്മൾ പാരലിനകത്ത് വരുമ്പോൾ ഇത് സീരീസിനകത്ത് വരുന്നത്. കാരണം സീരീസ് ആകുമ്പോൾ നേരെ എഴുതുക എന്ന് ഓർത്താൽ മതി. പാരലാകുമ്പോൾ എന്തായിരിക്കും? n എന്ന് പറയുന്നത് ഇങ്ങനെ നമ്പേഴ്സ് അനുസരിച്ച് ഇങ്ങനെ രീതിയിലല്ലേ പോകുന്നത്. ആ രീതിയിൽ നിങ്ങൾ ഓർത്ത് വെച്ചാൽ ഇതും കിട്ടും. അപ്പോൾ ഈ രീതിയിലുള്ള ഇത് വെച്ചുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് വരാറുണ്ട്. അപ്പം പ്രോബ്ലംസ് അത് വെച്ച് നോക്കാം. ദെൻ അടുത്ത ഹീറ്റിംഗ് എഫക്റ്റ് ഓഫ് ഇലക്ട്രിസിറ്റി ആണ് കേട്ടോ. അപ്പോൾ ഹീറ്റിംഗ് എഫക്റ്റ് ഓഫ് ഇലക്ട്രിസിറ്റിനകത്ത് നമുക്ക് അടുത്ത സെക്ഷൻ എന്ന് വേണമെങ്കിൽ പറയാം. അത് ഏകദേശം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഈ ചാപ്റ്ററിൻ്റെ അടുത്തൊരു സെക്ഷൻ കഴിഞ്ഞു. ദെൻ ഓക്കെ, ഇപ്പോൾ ഹീറ്റിംഗ് കോയിൽസ് എങ്ങനെയാണ്? നിക്രോം വഴിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഹീറ്റിംഗ് കോയിൽസ് നിക്രോം വഴിയാണ് ഉണ്ടാക്കുന്നതെന്ന് ഓർത്ത് വയ്ക്കുക. നിക്രോം മീൻസ് എന്താണ്? ഒരു അലോയി ആണ്. അപ്പോൾ എന്തൊക്കെയുണ്ട് അതിനകത്ത്? നിക്കലുണ്ട്, ക്രോമിയം ഉണ്ട്, അയണും കൂടി ചേർന്നാണ് നിക്രോം എന്ന് പറയുന്നത്. ദെൻ ഇനി അതിൻ്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ്? ഹൈ റെസിസ്റ്റിവിറ്റി ആയിരിക്കും, അതുപോലെ തന്നെ ആയിരിക്കും ഹൈ മെൽറ്റിംഗ് പോയിന്റ് ആയിരിക്കും, അതുപോലെ എന്താണ് എബിലിറ്റി ടു റിമെയിൻ റെഡ് ഹോട്ട് എന്ന് പറയാം. അപ്പം റെഡ് ഹോട്ട് ആയിട്ട് ഇരിക്കാനുള്ളൊരു എബിലിറ്റി അതിനുണ്ടായിരിക്കും. ഓക്കെ, അതെന്തായിരിക്കും? വിത്തൗട്ട് ഗെറ്റിംഗ് ഓക്സൈഡ് ആവാതെ അല്ലെങ്കിൽ ഓക്സിഡൈസ് ആവാതെ റെഡ് ഹോട്ട് ആയിട്ട് ഇങ്ങനെ കത്തിയിരിക്കാൻ അതിന്. ഇപ്പം ഞാൻ ഇവിടെ കൊടുത്തിരുന്നുണ്ടോ, ഇതൊരു റെഡ് ഹോട്ട് ആണെന്ന് എഴുതിക്കും. ഇപ്പം റെഡ് കളർ അല്ലേ, റെഡ് ഹോട്ട് ആണെന്ന് എഴുതിക്കും. അപ്പം ഈ രീതിയിൽ ഇങ്ങനെ കത്തി നിൽക്കാൻ ആർക്ക് പറ്റും? നമ്മുടെ നിക്രോമിന് പറ്റുമെന്ന്. ദെൻ ഇനി അടുത്ത സേഫ്റ്റി ഫ്യൂസ് ആണ്. അതും എന്തിനാണ്? ഹീറ്റിംഗ് എഫക്റ്റ് തന്നെ വരുന്നൊരു പ്രിൻസിപ്പിൾ ആണ് അല്ലേ. അപ്പം നോക്കിക്കേം, അപ്പം ഇത് ഓർത്ത് വയ്ക്കുക. നിക്രോം എപ്പോഴും ചോദിക്കുന്ന ഒരു സംഭവമാണ് കേട്ടോ നിക്രോം. അതുപോലെ നിക്രോം പിന്നെ വരുമ്പോൾ ടങ്സ്റ്റണിന്റെ ഒരു ഡിഫറൻസ് ചോദിക്കാറുണ്ട്, അത് പറഞ്ഞിരിക്കണം. നിക്രോം എന്തുകൊണ്ടാണെന്നുണ്ടെങ്കിൽ ഫിലമെന്റിനകത്ത് യൂസ് ചെയ്യാറില്ല. അതൊക്കെ ഓർത്ത് വെക്കണം കേട്ടോ. ദെൻ അടുത്ത കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സേഫ്റ്റി ഫ്യൂസ് അല്ലെ. സേഫ്റ്റി ഫ്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രേ ഉള്ളൂ. അതൊരു ഡിവൈസ് ആണ്, നമ്മൾ നേരത്തെ പറഞ്ഞതാണ്, ഹീറ്റിംഗ് എഫക്റ്റ് വഴിയാണ് ഉണ്ടാകുന്നത്. ദെൻ അതെങ്ങനെ വർക്ക് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ഈ നോട്ട്സ് നിങ്ങൾ തന്നെ പഠിച്ചാൽ മതി കേട്ടോ. അത് പഠിച്ചു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് ഫുൾ A+ ഉറപ്പാണ്. അത് ഞാൻ ടെലിഗ്രാമിനകത്ത് ഇട്ടേക്കാം. ഓക്കെ, ടെലിഗ്രാം ഗ്രൂപ്പിനകത്ത് ഇട്ടേക്കാം. അതാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ ഡൗൺലോഡ് ചെയ്യാം. ഓക്കെ, സോ അപ്പം നോക്കിക്കേ, ഫ്യൂസ് വയർ എന്ന് പറഞ്ഞാൽ അലോയ് ആണ്. അതെന്താണ്? ടിന്നും ലെഡും വെച്ചുണ്ടാക്കിയിരിക്കുന്നതായിരിക്കും. ഓക്കെ, അതെന്തായിരിക്കും? സേഫ്റ്റിക്ക് വേണ്ടിയാണെങ്കിൽ മെയിൻ പാർട്ട് ഓഫ് സേഫ്റ്റി ഫ്യൂസ് എന്ന് പറഞ്ഞാൽ അത് എന്തായിരിക്കും? ടിന്നും ലെഡും ചേർന്നായിരിക്കും. ഇതൊരു നമ്മളിപ്പോൾ പറയുന്ന പോലെ ഇരുമ്പൊക്കെ പോലെ അല്ലെങ്കിൽ ചെമ്പൊക്കെ പോലെ ഒരു മെറ്റൽ വയറാണ്. ഓക്കെ, അതാണ് എന്തെന്ന് പറയാൻ നമ്മുടെ വീടിനകത്ത് ഫ്യൂസ് ഇല്ലേ. ഓക്കെ, അപ്പം ആ ഫ്യൂസിനകത്ത് യൂസ് ചെയ്യുന്നത് എന്തായിരിക്കും? നമ്മളുടെ ഈ ടിന്നും ലെഡും ചേർന്നിട്ടുള്ള ഫ്യൂസ് വയർ ആയിരിക്കും. അപ്പോൾ അലോയ്സ് ആർ യൂസ്ഡ് ടു മേക്ക് ഫ്യൂസ് വയർ. ഇതാണ് എന്ത് യൂസ് ചെയ്യുന്നത്? അലോയ്സ് ആയിട്ടുള്ള ഇതായിരിക്കും എന്തിനു യൂസ് ചെയ്യുന്നത്? ഫ്യൂസ് വയർ ഉണ്ടാക്കാൻ. അപ്പോൾ ഫ്യൂസ് വയർ ഹാസ് റിലേറ്റീവ്ലി ലോ മെൽറ്റിംഗ് പോയിന്റ് ആണ്. അതിനർത്ഥം പെട്ടെന്ന് അത് മെൽറ്റ് ചെയ്ത് പോകുന്ന അർത്ഥം. അപ്പം മെൽറ്റിംഗ് പോയിന്റ് ലോ ആണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് മെൽറ്റ് ചെയ്യും. ഇൻ വിച്ച് ഇൻ ഈച്ച് കറണ്ട് ദ ഫ്യൂസ് വയർ ഷുഡ് ബി എന്തായിരിക്കും? അഡോറൻസ് വിത്ത് ദ കറണ്ട് ഫ്ലോയിങ് ത്രൂ ഇറ്റ്. അപ്പം അതിനർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രേ ഉള്ളൂ. ഇൻ വിച്ച് ദ ഫ്യൂസ് വയർ എന്തായിരിക്കും? അപ്പം ഇപ്പൊ ഈ ഫ്യൂസ് വയർ എന്ന് പറഞ്ഞാൽ ലോ മെൽറ്റിംഗ് പോയിന്റ് ആണെന്ന് എഴുതിക്കോ. ഈ ലോ മെൽറ്റിംഗ് പോയിന്റ് ആണെന്ന് അർത്ഥം വെച്ച് കഴിയുമ്പോൾ നമ്മൾ തന്നെ ഓർത്ത് മതി, ഒത്തിരി കറണ്ട് അതിലൂടെ പാസ് ചെയ്ത് പോവാണെന്നുണ്ടെങ്കിൽ അതിനർത്ഥം ഒത്തിരി ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്തുന്ന. അപ്പം ഒരു കറണ്ടിന്റെ ഇത്രയും കറണ്ട് മാത്രം, അല്ലെങ്കിൽ ഈ ഒരു ടൈപ്പ് ഓഫ് പർട്ടിക്കുലർ കറണ്ട് മാത്രമായിരിക്കും ഇതിലൂടെ പോകാൻ പറ്റുള്ളൂ എന്നാണ് നമുക്ക് ഇവിടെ പറയുന്നത് കേട്ടോ. പർട്ടിക്കുലർ ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇന്ന അളവിൽ മാത്രമേ. ഇത് കൂടുതലാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കറണ്ട് അതിലൂടെ പോവുകയാണെന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? ഇത് മെൽറ്റ് ചെയ്യും. ഓക്കെ, അത് നമുക്ക് ഇവിടെ പറയാം. ഓക്കെ, ഇവിടെ നോക്കിയേ, ഡ്യൂറിങ് ദ എൻറ്റയർ ടൈം ഓഫ് ദ പാസിംഗ് കറണ്ട് ത്രൂ എ സർക്യൂട്ട് എ സ്മോൾ എമൗണ്ട് ഓഫ് ഹീറ്റ് ഇസ് ജനറേറ്റഡ് ഇൻ ദ ഫ്യൂസ് വയർ. ഇതാണ് നമ്മളിത് മെൽറ്റ് ചെയ്യുന്ന കാര്യം പറയുന്നത്. ദെൻ ബട്ട് ദിസ് ഹീറ്റ് വിൽ ബി ട്രാൻസ്മിറ്റഡ് ടു ദ സറൗണ്ടിങ്. ഇത് നമ്മുടെ ആ ഫ്യൂസിനകത്തുള്ള സറൗണ്ടിങ്ങിനകത്തേക്കാണ് ഇത് എന്ത് ചെയ്യുന്നത്? ഇതാണ് ഫ്യൂസ് വയർ എന്ന് എഴുതിക്കും. ഇത് ഫ്യൂസ് ആണ്. ഫ്യൂസിനകത്ത് ഇങ്ങനെ വയറായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ ഹീറ്റ് ഉണ്ടാവുമല്ലോ. ഈ ഹീറ്റ് ഇങ്ങോട്ടേക്കൊക്കെ പോയി അത് പുറത്തേക്കായിട്ട് സറൗണ്ടിങ്ങിനകത്തോടെ ആണെന്നുണ്ടെങ്കിൽ അത് എന്ത് ചെയ്യും? ട്രാൻസ്മിറ്റ് ചെയ്ത് പൊക്കോളും.
പക്ഷെ ഒത്തിരി എമൗണ്ട് ഓഫ് കറണ്ട് പോകുമ്പോൾ അവിടെ വീണ്ടും ഹീറ്റ് ആവുക. അതാണ് ഇവിടെ പറയുന്നത്. വെൻ ദ കറണ്ട് ദാറ്റ് ഫ്ലോ ഇൻ ടു ദ സർക്യൂട്ട് എക്സീഡ് ദ പെർമിസിബിൾ ലിമിറ്റ് ദ ഹീറ്റ് ജനറേറ്റഡ് ബിക്കം എന്താണ് എക്സസീവ്. അപ്പോൾ ഒത്തിരി ഇച്ചിരി കൂടി കൂടുതലായിട്ട് വരുന്ന ഹീറ്റ്. അങ്ങനെ വരുമ്പോൾ എന്താ സംഭവിക്കുന്നത്? സൈൻ മോർ ഹീറ്റ് എന്താണ് ജനറേറ്റ് ചെയ്യും ഇൻ യൂണിറ്റ് ടൈം ദാൻ എന്താണ് ഹീറ്റ് ട്രാൻസ്മിറ്റർ. അപ്പോൾ നമുക്ക് ഹീറ്റ് എന്നുണ്ടെങ്കിൽ ഈ ചെറിയ ഇതിനകത്ത് ഒരു പെട്ടിന പോലെയാണ് ഫ്യൂസ് ഉള്ളത്. അപ്പോൾ നമ്മുടെ ഫ്യൂസിനകത്തുനിന്ന് ഇവിടെ ഫ്യൂസ് വയർ കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പം ഒരു ലിമിറ്റഡ് ആയിട്ടുള്ള കറണ്ടാണ്. ലിമിറ്റഡ് ആയിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പെർമിഷൻ കൊടുത്തിട്ടുണ്ട്, കറണ്ട് ഇത്തരം കറണ്ട് പോകാൻ പാടുള്ളൂ എന്നൊക്കെ പറഞ്ഞു. അപ്പം ആ ടൈപ്പ് രീതിയിലും കൂടുതൽ പോയി കഴിഞ്ഞ് കഴിയുമ്പോൾ എന്ത് സംഭവിക്കും? ഇവിടെ ഹീറ്റ് ഉണ്ടാവും. അപ്പോൾ നേരത്തെ ഹീറ്റ് ഉണ്ടാവാറുണ്ട്. ആ ഹീറ്റ് ഇങ്ങനെ സറൗണ്ടിലേക്ക് പോവുകയാണ്. ഇപ്പോൾ സറൗണ്ടിങ് ആയിട്ടുള്ള സ്പേസിലേക്ക് അത് എന്ത് ചെയ്യുക? ട്രാൻസ്മിറ്റ് ചെയ്ത് പോവുക. പക്ഷെ പെട്ടെന്ന് വരുമ്പം ട്രാൻസ്മിറ്റ് ചെയ്യാൻ അളവെന്ന് പറഞ്ഞാൽ അവിടെ ഉണ്ടാവുന്ന ഹീറ്റ് കൂടുതലായതുകൊണ്ട് പെട്ടെന്ന് അത് നടക്കില്ല. സോ ആ ഹീറ്റ് എന്ന് പറയുന്നതാണെന്നുണ്ടെങ്കിൽ ഒത്തിരി കൂടുതൽ വരുന്നതുകൊണ്ട് സറൗണ്ടിങ്ങിനകത്ത് അത് സ്വീകരിക്കാണ് രീതിയിൽ പറ്റില്ല. അത് അവിടെ എന്ത് ചെയ്യും? ഈ ഇതിനകത്ത് തന്നെ കെട്ടി നിൽക്കും. ഇവിടെ ഉണ്ടാവുന്ന ഈ ഫ്യൂസിനകത്ത് തന്നെ ഇത് കെട്ടി നിൽക്കും. അങ്ങനെ വന്നു കഴിയുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്? നമ്മൾ ഈ ഫ്യൂസ് വയർ ഉരുക്കി പോകുന്നത്. സോ എന്താണ് ഇവിടെ പറയുന്നത്? സൈൻ മോർ ഹീറ്റ് ഈസ് ജനറേറ്റഡ് ഇൻ ദ യൂണിറ്റ് ടൈം ദാൻ ഹീറ്റ് ട്രാൻസ്മിറ്റർ ദ ഫ്യൂസ് വയറിന് എന്തായിരിക്കും? മെൽറ്റ് ചെയ്തു പോകും. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പം ദെൻ ഇനി അടുത്ത കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളാണെന്നുണ്ടെങ്കിൽ വീട്ടിനകത്ത് യൂസ് ചെയ്യുന്ന ഫ്യൂസ് വയറിൻ്റെ ചില കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. ഇവിടെ നോക്കിക്കേ, എൻഡ് ഓഫ് ദി ഫ്യൂസ് വയർ എന്തായിരിക്കും? കണക്ട് ചെയ്യുന്നത് നമ്മൾ ക്ലിയർ ആയിട്ടുള്ള അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള പോയിന്റ് തന്നെ ആവണം കേട്ടോ. ഇവിടെ ഫ്യൂസ് വയറിന് ഒരു പോയിന്റ് ഉണ്ടെന്ന് എഴുതിക്കും. ആ പോയിന്റിനകത്ത് തന്നെ ആയിരിക്കണം ഇത് എന്ത് ചെയ്യേണ്ടത്? ഫ്യൂസ് വയർ കണക്ട് ചെയ്യുന്നത്. ദ ഫ്യൂസ് വയർ ഷുഡ് നോട്ട് എന്താണ് പ്രൊജക്റ്റഡ് ഔട്ട് ഓഫ് ദ കരിയർ ബേസ്. അപ്പോൾ ഈ ഫ്യൂസിനകത്ത് ഈ ഫ്യൂസിന്റെ കരിയർ ബേസ് ഇല്ലേ, ഈ കരിയർ ബേസിന്റെ പുറത്തേക്ക് ഫ്യൂസ് വയർ ഇങ്ങനെയൊന്നും എടുത്ത് ചാടി നിൽക്കരുതെന്ന്. മനസ്സിലായോ? അതിനകത്ത് തന്നെ ആവണമെന്ന്. അല്ലെങ്കിൽ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഷോക്ക് എടുക്കില്ല. അതുകൊണ്ടാണ്. ദെൻ ഇത്തരം കാര്യങ്ങൾ ഓർത്താലോ. ദെൻ അടുത്ത കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ലൈറ്റിംഗ് എഫക്റ്റ് ഓഫ് ഇലക്ട്രിക് കറണ്ട്. അപ്പോൾ ഇതും കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏകദേശം നമ്മുടെ ഈ ചാപ്റ്റർ തീർന്നു. ഓക്കെ, പിന്നെ ലൈറ്റിംഗ് എഫക്റ്റ് ആണ് അടുത്ത സെക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ലൈറ്റിംഗ് എഫക്റ്റിലേക്ക് പോവാം. അപ്പോൾ ലൈറ്റിംഗ് എഫക്റ്റ് എന്ന് പറഞ്ഞാൽ ഇത്രേ ഉള്ളൂ. ഓക്കെ, നമുക്കിനി ലൈറ്റിംഗ് എഫക്റ്റ് എന്ന് പറഞ്ഞാൽ ഇത്രേ ഉള്ളൂ. എന്താണ് നമ്മുടെ ഒരു നമ്മൾ കറണ്ട് പാസ് ചെയ്യുന്ന കാര്യം പറഞ്ഞില്ലേ, ഈ കറണ്ടിന്റെ എനർജി എന്താക്കുകയാണ്? ലൈറ്റിന്റെ എനർജി ആയിട്ട് മാറ്റുവാണ്. അപ്പോൾ ലൈറ്റ് എനർജി അല്ലെങ്കിൽ ആ ടൈപ്പ് രീതിയിലേക്ക് മാറ്റുവാണ്. നമ്മൾ കറണ്ട് യൂസ് ചെയ്യുന്ന കറണ്ടിന്റെ എനർജീനെ ലൈറ്റ് എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യും. നമ്മൾ ആദ്യം തന്നെ ഈ ചാപ്റ്റർ പഠിക്കുമ്പം ആദ്യം പഠിക്കുന്നത് എന്താണ്? മെക്കാനിക്കൽ എനർജീനെ കറണ്ട് എനർജി ആക്കുന്നത്. അതുപോലെ തന്നെ കറണ്ട് എനർജീനെയാണ് നമ്മൾ മെക്കാനിക്കൽ എനർജി ആയിട്ട് മാറ്റുന്ന ഉപകരണങ്ങളെ കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ട്. ചില ഉപകരണങ്ങളുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. ഫാന്, അതുപോലെ തന്നെ മിക്സി, ഗ്രൈൻഡർ, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, അതാണല്ലോ നമ്മൾ ആദ്യം പഠിക്കുന്നത്. അതിന്റെ ബേസിനകത്ത് തന്നെ രീതിയിനകത്ത് നമുക്ക് കാണുന്നുണ്ടെങ്കിൽ ലൈറ്റിംഗ് എഫക്റ്റ് ആണ് ഇവിടെ പഠിക്കുന്നത്. ഇലക്ട്രിക് കറണ്ട് യൂസ് ചെയ്തിട്ട് ലൈറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന കാര്യങ്ങളാണ് പറയുന്നത്. അപ്പോൾ നമുക്കറിയാം തോമസ് ആൽവ എഡിസൺ ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ ബൾബ് കണ്ടെത്തി. ഈ ബൾബ് കണ്ടെത്തിയ സമയത്ത് എന്താണ്? ഫിലമെന്റ് വെച്ചാണ് അദ്ദേഹം എന്തുണ്ടാക്കിയത്? നമ്മൾ കത്തുന്ന രീതിയിലുള്ള ലൈറ്റ് ഉണ്ടാക്കിയത്. ഓക്കെ, നമുക്കിനി കാര്യത്തിലേക്ക് പോകാം. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ഓർത്ത് വെച്ചല്ലോ. അത് ജസ്റ്റ് ഞാൻ ചുമ്മാ പറഞ്ഞതാണ്. എന്നാലും നിങ്ങൾക്ക് അറിഞ്ഞിരിക്കുന്നതല്ലാണല്ലോ, ആ രീതിയിൽ നമ്മൾ പറഞ്ഞതേ ഉള്ളൂ. then ഇവിടെ നമുക്ക് ടങ്സ്റ്റൻ എന്ന് പറഞ്ഞൊരു ഫിലമെന്റ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇൻകഡസൻ ബൾബാണ് ഇവിടെ കൊടുക്കുന്നത്. ഇൻകഡസൻ ലാംപ്സ് ആണ് ഇവിടെ വരുന്നത്. ഫസ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത്. അതിനുശേഷം നമ്മൾ പഠിക്കാൻ പോകുന്നത് ഏതാണ്? ഡിസ്ചാർജ്, അതിനുശേഷം LED. അപ്പോൾ ഇത്തരം കാര്യങ്ങളായിരിക്കും നിങ്ങൾ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ നമുക്കിനി ഇൻകഡസൻ ലാമ്പിലേക്ക് നോക്കാം. ഓക്കെ, ഇനി നോക്കിക്കേ, എന്താണ് ഇവിടെ പറഞ്ഞേക്കുന്നത്? ഇൻ നോർമൽ വോൾട്ടേജ് ദ ഫിലമെന്റ് ബിക്കംസ് എന്താണ്? വൈറ്റ് ഹോട്ട് ആവും. അതുപോലെ എന്താവും? അതിനുശേഷം എന്താവും? അതെന്താണ്? ലൈറ്റ് പ്രൊഡ്യൂസ് ചെയ്യും. ലൈറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. ദെൻ സച്ച് ലാംപ്സ് ആർ എന്താണ്? ഇൻകഡസെന്റ്. അതിനർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്ലോയിങ് വിത്ത് ഹീറ്റ് ലാംപ്സ്. അപ്പോൾ ഇതിനൊരു മെയിൻ ആയിട്ടുള്ള പോരായ്മയാണ് ഇവിടെ തന്നെ പറഞ്ഞത്. അത് ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യും. എന്ത് പ്രൊഡ്യൂസ് ചെയ്യും? ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യും. കറണ്ട് ഇതിനോട് പാസ് ചെയ്യുമ്പം ഏതൊക്കെ എനർജി ആയിട്ട് മാറാൻ സാധ്യതയുണ്ട്? ലൈറ്റ് എനർജി ആയിട്ട് മാറാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഹീറ്റ് എനർജി ആയിട്ടും മാറാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇത് രണ്ടും ഓർത്ത് വയ്ക്കുക. ഇതിൻ്റെ ഒരു പോരായ്മയാണ്, നിങ്ങൾക്ക് അത് പഠിക്കാനുള്ളതാണ്. ദെൻ ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് ഫിലമെന്റ്സ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ടങ്സ്റ്റൺ ആയിരിക്കും. മെറ്റൽ എന്ന് പറയുന്നത് ടങ്സ്റ്റൺസ് ആണ്. ടങ്സ്റ്റൺ എന്ന് പറഞ്ഞ മെറ്റൽ ആയിരിക്കും ഇവിടെ യൂസ് ചെയ്യുന്ന ഫിലമെന്റ് എന്ന് പറയുന്നത്. അപ്പോൾ ടങ്സ്റ്റൺ എന്ത് കഴിവുണ്ട്? വൈറ്റ് ഹോട്ട് ആവാനുള്ള കഴിവുണ്ട്. റെഡ് ഹോട്ട് ആരാണ്? അത് നിങ്ങൾ നോക്കി വയ്ക്കുക. നിങ്ങൾ കമന്റ് ചെയ്യണം കേട്ടോ. റെഡ് ഹോട്ട് ആരാണെന്നുള്ള കമന്റ് ചെയ്യുക. ഓക്കെ, ടങ്സ്റ്റൺ എന്താണ്? വൈറ്റ് ഹോട്ട് ആണ് ആവുന്നത്. അതുപോലെ തന്നെ എമിറ്റ് ചെയ്യും. എന്ത് കളറായിട്ടുള്ള? വൈറ്റ് കളറായിട്ടുള്ള ലൈറ്റ് എമിറ്റ് ചെയ്യും. സോ
ഇൻ ഓർഡർ ടു അവോയ്ഡ് ആണ് ഓക്സിഡേഷൻ. ഇപ്പൊ നമുക്കാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ കറണ്ട് ഇങ്ങനെ പാസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇത് ഓക്സിഡൈസ് ആയിട്ട് മാറാൻ ചാൻസ് ഉണ്ട്. അപ്പൊ അതിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യും, ഇതിനകത്ത് നൈട്രജൻ ആഡ് ചെയ്യും. അതിന് മുമ്പ് തന്നെ എന്ത് ചെയ്യും, ഇതിനകത്തുള്ള ഈ ഗ്ലാസ് ട്യൂബിൽ ഈ ഗ്ലാസിനകത്തുള്ള എയർ എല്ലാം നമ്മൾ വാക്യൂം ചെയ്ത് പുറത്തേക്ക് കളയും. അതിനുശേഷം അതിനകത്ത് നൈട്രജൻ ഒക്കെ ഫില്ല് ചെയ്യാറുണ്ട്. കണ്ടോ, അതാണ് ഇവിടെ പറയുന്നത്. ദെൻ അറ്റ് നോർമൽ ടെമ്പറേച്ചർ എന്താണ്, നോർമൽ ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ എന്താണ്, നൈട്രജൻ ബിഹേവ് ഇങ്ങനെയായിരിക്കും, ഇനേർട്ട് ഗ്യാസ് ആയിട്ടായിരിക്കും ബിഹേവ് ചെയ്യുന്നത്. അതുപോലെ തന്നെ സ്മോൾ ഇൻക്രീസ് ഇൻ ടെമ്പറേച്ചർ വരുമ്പോൾ എന്തായിരിക്കും, അത്രയ്ക്ക് ഇൻഫ്ലുവൻസ് ഒന്നും ഉണ്ടാവില്ല. നൈട്രജൻ ആണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് എക്സ്പാൻഷനെ കുറിച്ചൊന്നും ഒരു രീതിയിലൊരു ഇൻഫ്ലുവൻസ് ഒന്നും ഉണ്ടാക്കാറില്ല. അതിൻ്റെ എക്സ്പാൻഷന് ഒരു ഇൻഫ്ലുവൻസും ആരുണ്ടാക്കാറില്ല, ചെറിയ രീതിയിലുള്ള ടെമ്പറേച്ചർ. ഓക്കെ, the ready availability of nitrogen is one of the reason for it using in bulb. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രേ ഉള്ളൂ. ഈ മോസ്റ്റ്ലി ഇന്നത്തെ ഇത് വാക്യൂം ആണല്ലോ, ഇങ്ങനെ വാക്യൂം ആയി കഴിഞ്ഞ് കഴിയുമ്പോൾ ചിലപ്പോൾ ഇത് പൊട്ടാനൊക്കെ ഉള്ള ചാൻസ് ഉണ്ട്, ചൂട് കാരണം. അതിന് പകരമായിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നൈട്രജൻ ഇവിടെ യൂസ് ചെയ്യുന്നത്. നൈട്രജൻ ആണെന്നുണ്ടെങ്കിൽ ഹീറ്റ് അബ്സോർബ് ചെയ്ത് വെച്ചോളും. ഓക്കെ, അങ്ങനെ പിന്നെ അത് വേണമെന്നുണ്ടെങ്കിൽ അതും വികസിക്കുകയൊക്കെ ചെയ്യും. പക്ഷെ അത്രയ്ക്ക് രീതിയിലുള്ള കുഴപ്പമൊന്നും ഉണ്ടാവാറില്ല. ഒത്തിരി രീതിയിലാണെന്നുണ്ടെങ്കിൽ ഇച്ചിരി ടെമ്പറേച്ചർ ആണെന്നുണ്ടെങ്കിൽ നൈട്രജൻ അവിടെ സഹിച്ചിരുന്നോളും. ഓക്കെ, ദെൻ അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഇൻ ദ ആബ്സെൻസ് ഓഫ് ദ എയർ വിത്ത് ബൾബ് എന്താണ്, ഗ്യാസ് ബിഹേവ് എന്താണ്, കംപ്ലീറ്റ്ലി ആസ് ആൻ ഇനേർട്ട് ഗ്യാസ്. ഓക്കെ, ഇത്രയും കാര്യം ഓർത്ത് വയ്ക്കുക. ദെൻ ഇനി എന്താണ് നമ്മളിവിടെ പഠിക്കുന്നത്, ഹൈ റെസിസ്റ്റിവിറ്റി, ഹൈ മെൽറ്റിംഗ് പോയിന്റ്, അതുപോലെ എന്താണിക്കും ഹൈ ഡക്റ്റിലിറ്റി, അതുപോലെ എന്താണ് എബിലിറ്റി ടു എമിറ്റ് വൈറ്റ് ലൈറ്റ് ഇൻ ദ വൈറ്റ് ഹോട്ട് കണ്ടീഷൻ. ഇതാണ് നമ്മുടെ ടങ്സ്റ്റന്റെ ചില ബിഹേവിയേഴ്സ് അല്ലെങ്കിൽ ഗുണങ്ങളൊക്കെയാണ് ഇവിടെ പറയുന്നത്. ടങ്സ്റ്റന്റെ മെയിൻ ആയിട്ടുള്ള പ്രോപ്പർട്ടീസ് ഒക്കെയാണ് ഇവിടെ പറയുന്നത്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതും അതുപോലെ തന്നെ വേറൊരാൾ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ടായിരുന്ന ഈ സേഫ്റ്റി ഫ്യൂസിനകത്ത് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ടായിരുന്നു നിക്രോമിന്റെ കാര്യം അല്ലെ. അതുപോലെ നമ്മൾ ഇവിടെ പഠിച്ചിട്ടുണ്ടായിരുന്നില്ലേ, ഇവിടുത്തെ നമ്മൾ നിക്രോമിന്റെ കാര്യം പഠിച്ചിട്ടുണ്ടായിരുന്നല്ലോ, നിക്കല് ക്രോമിയം അയൺ വെച്ച് പഠിച്ചില്ലായിരുന്നു. അപ്പൊ ഇത് തമ്മിലുള്ള ഡിഫറൻസ് ഞാൻ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫിലമെന്റിന്റെ കാര്യം വെച്ച്. ഇപ്പം ഇവിടെ നോക്കിക്കേ, ഇവിടെ നമുക്ക് ഹൈ മെൽറ്റിംഗ് പോയിന്റ് ആണ്, റെസിസ്റ്റിവിറ്റി ആണ്, അതുപോലെ എന്താണ് റെഡ് ഹോട്ട് ആണ്. ഞാൻ നേരത്തെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ആരാ റെഡ് ഹോട്ട് എന്ന്. ഇപ്പം പലരും കമന്റ് ചെയ്തെന്ന് തോന്നുന്നു. അപ്പം റെഡ് ഹോട്ട് ആരാണ്, നിക്രോമാണ്. ഇത് ഓർത്ത് വെച്ചോളാം കേട്ടോ. ദെൻ ഇനി അടുത്ത കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇതിന്റെ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ എന്തെന്ന് പറയുന്നത് ഡിസ്അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. അപ്പൊ ഇത് ചോദിക്കാറുണ്ട്. ദെൻ അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഡിസ്ചാർജ് ലാമ്പ്. അപ്പം ഈ ലാമ്പ് ഒത്തിരി കൊള്ളില്ല എന്നൊക്കെ മനസ്സിലായി. ഒത്തിരി ഹീറ്റൊക്കെ ആയിട്ട് ഭയങ്കര എനർജി നഷ്ടപ്പെട്ട് പോയിക്കൊണ്ടിരിക്കുക. ആ എനർജീനെ എങ്ങനെയെങ്കിലും നമ്മളാണെന്നുണ്ടെങ്കിൽ കൺസ്യൂം ചെയ്യണം, അല്ലെങ്കിൽ അതിന്റെ അളവ് നഷ്ടപ്പെട്ടു പോകുന്ന എനർജിയുടെ അളവ് കുറയ്ക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പല ആളുകളും ചിന്തിച്ചു. ഭയങ്കര സയന്റിസ്റ്റ് ആയിട്ടുള്ള ആളുകളൊക്കെ ചിന്തിച്ചു. അങ്ങനെ ചിന്തിച്ചു കഴിഞ്ഞപ്പോൾ എന്തായി, നമുക്ക് ഡിസ്ചാർജ് ലാമ്പ് ഉണ്ടായത്. ഓക്കെ, അതിനുശേഷം LED വരുന്നുണ്ട് കേട്ടോ. നമ്മളിപ്പോൾ യൂസ് ചെയ്യുന്ന LED ഒക്കെയാണ്. ഓക്കെ, ഡിസ്ചാർജ് ലാമ്പ് എന്ന് പറഞ്ഞാൽ ഇത്രേ ഉള്ളൂ. ആ ലാമ്പ് എങ്ങനെയായിരിക്കും, രണ്ട് ഇലക്ട്രോഡ് ഇവിടെ ഇതാണെന്നുണ്ടെങ്കിൽ ഇലക്ട്രോഡ് ആണെന്നായിരിക്കും, 2 ഇലക്ട്രോഡ് കണക്ട് ചെയ്തിട്ടുണ്ടായിരിക്കും. ഇങ്ങനെ 2 ഇലക്ട്രോഡ് ആയിരിക്കും ഉണ്ടായിരിക്കുന്നത്. ഈ 2 ഇലക്ട്രോഡ് എന്ത് ചെയ്യുന്നുണ്ട്, അത് നമ്മുടെ ഈ ഡിസ്ചാർജ് ലാമ്പ് ഇതേപോലെ തന്നെ നമുക്ക് വാക്യൂം ആണ്. ആ വാക്യൂത്തിനകത്ത് എന്തുണ്ട്, 2 ഇലക്ട്രോഡ് ഉണ്ട്. ഇതാണ് നമ്മൾ ആദ്യം തന്നെ ഓർത്ത് വെക്കേണ്ട കാര്യം. ദെൻ അതിനുശേഷം എന്ത് ചെയ്യും, നമ്മൾ കറണ്ട് ഇങ്ങനെ പാസ് ചെയ്ത സമയത്ത് എന്ത് ചെയ്യും, ലൈറ്റ് എമിറ്റ് ചെയ്യും. അതെങ്ങനെയായിരിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിസ്ചാർജ് ഓഫ് ഇലക്ട്രിസിറ്റി ത്രൂ ദ ഗ്യാസ് ഫിൽഡ് ട്യൂബ്. അപ്പൊ നമുക്കാണെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ വാക്യൂം എന്ന് പറഞ്ഞല്ലോ, ഈ വാക്യൂത്തിനകത്ത് തന്നെ നമുക്ക് പല പല ഗ്യാസസ് ഒക്കെ നിറയ്ക്കും. ഓക്കെ, ഇപ്പൊ ചിലപ്പോൾ മെർക്കൂറിയുടെ ഒക്കെ ആയിരിക്കും ഉള്ളതായിരിക്കും. അപ്പൊ അതെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കെമിക്കലൊക്കെ ഉള്ളതാണ്. അപ്പം അതൊക്കെയാണെന്നുണ്ടെങ്കിൽ നേച്ചറിനാണെന്നുണ്ടെങ്കിൽ ഹാർംഫുൾ ആണ്. അത് ഓർത്തേക്കാണ് കേട്ടോ. അപ്പം അതൊക്കെ ജസ്റ്റ് ഇതിനകത്ത് ഓർത്തേക്കേണ്ട കാര്യങ്ങൾ. ദെൻ ഇവിടെ നോക്കിക്കേ. ഓക്കെ, ഇതെങ്ങനെ വർക്ക് ചെയ്യുന്നത് എന്നുള്ള പ്രിൻസിപ്പിൾ ഞാൻ ആദ്യം തന്നെ പറഞ്ഞുതരാം. ഇതാണ് നമ്മുടെ വാക്യൂം ആയിട്ടുള്ള അല്ലെങ്കിൽ നമ്മുടെ വാക്യൂം ആയിട്ടുള്ള ഒരു ഡിസ്ചാർജ് ലാമ്പ് ആണെന്നിരിക്കും. അതിനുശേഷം ഇതിനകത്ത് നമ്മൾ 2 ഇലക്ട്രോഡ് ഫിറ്റ് ചെയ്തു. അതിനുശേഷം എന്ത് ചെയ്യുന്നുണ്ട്, ഇതിനകത്ത് നമ്മളൊരു ഗ്യാസ് കൊണ്ടായി ഫിൽ ചെയ്തു. ദെൻ ഇലക്ട്രിസിറ്റി നമ്മൾ ഇനി അപ്ലൈ ചെയ്യുക. ഇലക്ട്രിസിറ്റി അപ്ലൈ ചെയ്ത് കഴിഞ്ഞപ്പോൾ എന്ത് സംഭവിച്ചു, അതിനുശേഷം നമ്മളാണെന്നുണ്ടെങ്കിൽ സ്വിച്ച് ഓൺ ആക്കി എഴുതിക്കും. ഓക്കെ, 1 മിനിറ്റ്. ഓക്കെ, ഇതിലൂടെ സ്വിച്ച് കണക്ട് ചെയ്തെന്ന് എഴുതി. അപ്പൊ സ്വിച്ച് കണക്ട് ചെയ്ത് കഴിയുമ്പോൾ എന്ത് സംഭവിക്കും, അപ്പൊ ഇവിടെ നമുക്കാണെന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇതിലൂടെ കറണ്ട് പാസ് ചെയ്യും. അപ്പൊ കറണ്ട് ആണെന്നുണ്ടെങ്കിൽ ഇതിനകത്താണെന്നുണ്ടെങ്കിൽ ഇലക്ട്രോൺസ് ഉണ്ട്, ഇലക്ട്രോൺ എമിഷൻസ് നടക്കും. അപ്പൊ ഈ ഇലക്ട്രോൺ എമിഷൻസ് ഒക്കെ നടക്കുന്നതിന്റെ ഭാഗമായിട്ട് എന്ത് സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നിന്നാണെന്നുണ്ടെങ്കിൽ ഒരു റേ പുറത്തേക്ക് വരും. അപ്പൊ ഈ റേ പുറത്തേക്ക് വരുന്നതുകൊണ്ടാണ് എന്ത് സംഭവിക്കുന്നത്, അത് ഇവിടെ തട്ടും. അപ്പൊ ഇവിടെ തട്ടി കഴിഞ്ഞപ്പോൾ അതാണെന്നുണ്ടെങ്കിൽ വീണ്ടും ഇലക്ട്രോൺസ് ഇവിടെ നിന്ന് എമിറ്റ് ചെയ്ത് പോകും. അങ്ങനെ നമുക്ക് എന്ത് കാണാൻ പറ്റും,
നമുക്ക് കറണ്ട് അല്ലെങ്കിൽ നമുക്കാണെങ്കിൽ അതിൻ്റെ ഭാഗമായിട്ട് ഒരു ലൈറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് കാണാൻ പറ്റും. ഓക്കെ, അതാണ് ഇവിടെ പറയുന്ന കാര്യം എന്ന് പറഞ്ഞത്. ഓക്കെ, ഓക്കെ. ഇതിന് അടുത്ത ശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നതാണ് LED ബൾബ്. അതെന്ന് പറഞ്ഞാൽ ലൈറ്റ് എമിറ്റിംഗ് ഡയോഡ് എന്നാണ് അതിൻ്റെ ഫുൾ ഫോം. അത് എപ്പോഴും ചോദിക്കാറുണ്ട് 1 മാർക്കിനൊക്കെ ആയിട്ട്. അല്ലെങ്കിൽ ഓപ്ഷൻസ് ഒക്കെ വന്നു കഴിയുമ്പം AB എന്നുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ വരുവാണെന്നുണ്ടെങ്കിൽ, ABC എന്നുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ വരുവാണെന്നുണ്ടെങ്കിൽ A ആയിട്ടൊക്കെ അല്ലെങ്കിൽ B ആയിട്ടൊക്കെ ചോദിക്കാറുള്ള ഒരു ചോദ്യമാണ് ഫുൾ ഫോം ഓഫ് LED. അതെന്ന് പറഞ്ഞാൽ ഇതാണ് നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞു. LED എന്ന് പറഞ്ഞാൽ ലൈറ്റ് എമിറ്റിംഗ് ഡയോഡാണ്. ഓക്കെ, അതിനുശേഷം നമ്മൾ പിന്നെ പഠിച്ചത് എന്താണ്, ഇതിനകത്ത് ഫിലമെൻ്റ് ഒന്നുമില്ല. അപ്പോൾ നോ ലോസ് ഓഫ് എനർജി ഇൻ ദ ഫോം ഓഫ് ഹീറ്റ്. അതിൽ തന്നെ മെർക്കുറീസ് ഒന്നും യൂസ് ചെയ്യുന്നില്ല, നോ ഹാംഫുൾ ടു ദ എൻവയോൺമെന്റ്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ ഇതും തീരുന്നു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ് എന്തുകൊണ്ടാണ് കൂടുതലായിട്ട് LED ബൾബ് യൂസ് ചെയ്യണമെന്ന് പറയാൻ കാരണം എന്ന് പറഞ്ഞിട്ടുള്ള രീതിയിൽ ചോദ്യങ്ങൾ വരാം. അപ്പം ഈ 3 പോയിന്റ് ചെയ്ത് വെച്ചാൽ മതി, മാർക്ക് കിട്ടിക്കോളും. സോ ഇത്രയേ ഉള്ളൂ. അപ്പം ഇന്നത്തെ ക്ലാസ് നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. അപ്പം എഫക്റ്റ് ഓഫ് ഇലക്ട്രിക് കറന്റ് എന്നുള്ള ചാപ്റ്റർ നിങ്ങൾക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. അപ്പം ഏകദേശം ഒരു ഒരു 30-40 മിനിറ്റ് ഒക്കെ ഉള്ളൂ എന്ന് തോന്നുന്നു ഈ വീഡിയോ. അപ്പോൾ ഈ വീഡിയോനകത്ത് തന്നെ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ പഠിക്കാൻ പറ്റിയിട്ടുണ്ട്. ഈ ചാപ്റ്ററിനെ കുറിച്ചുള്ള ബേസിക് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. ഇത് മതി നിങ്ങൾക്ക് A+ കിട്ടാൻ. അതുപോലെ തന്നെ ഈ തരം നോട്ട് ഉണ്ടല്ലോ നമ്മുടെ ഈ ഇതിനകത്തുള്ള ഈ സ്ലൈഡ് നിങ്ങൾ പഠിച്ചാൽ മതി. ഈ സ്ലൈഡ് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്ക് എന്ത് കിട്ടും, ഫുൾ A+ ഈ ചാപ്റ്ററിൻ്റെ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യാൻ പറ്റും SSLCക്ക്. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഫുൾ A+ മേടിക്കാം. അപ്പോൾ 30 ഡേയ്സിൽ ഇതിനകത്തുള്ള ഫസ്റ്റത്തെ വീഡിയോ ആണ്. ഓക്കെ, നമ്മുടെ ഇതെല്ലാം. അപ്പോൾ നമുക്കിന്ന് വൈൻഡ് അപ്പ് ചെയ്യാം.